അശ്വിൻ ആരണ്യകം, അശ്വിൻ, രാഷ്ട്രീയ വിഷയം ഒരു വശത്തുണ്ട്, അപ്പോഴും കടുവ എന്ന് പറയുന്നത് ഈ തട്ടകം വിട്ടുപോകാത്ത ഒരു ജീവിയാണ്. സ്വാഭാവികമായിട്ട് ഒരു ഷൈ ആയിട്ടുള്ള ആനിമൽ എന്ന് പോലും പറയുന്നത്. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് ഇതൊരു അതിർത്തി, ഒരു വിഷയമുണ്ട്. മനുഷ്യൻ അതിർത്തി കടക്കുകയാണോ അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ടാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. മനുഷ്യൻ അതിർത്തി കടക്കുകയാണെങ്കിൽ അത് പറയാൻ ഇവിടെ ഇരിക്കുന്ന ഈ പാനലുള്ള ഒരു രാഷ്ട്രീയ പ്രതിനിധിയും തയ്യാറാവില്ല എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഒരു വന്യജീവി ഗവേഷകൻ എന്ന രീതിയിൽ ഈ ഉണ്ടായ ഈ വിഷയം ഇത് നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു 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 വിലയിരുത്തൽ എങ്ങനെയാണ് നടത്തുന്നത്? ഒരു പഞ്ചാരക്കൊല്ലിയിലെ ഒരു കടുവ ആക്രമണത്തോടുകൂടി അല്ലെങ്കിൽ ആ കടുവയെ വെടിവെച്ച് കൊല്ലുന്നതോടുകൂടി ഈ പ്രശ്നം അവസാനിക്കുമെന്ന് അപർണ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ആരും യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല അശ്വിൻ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-3 ഇത്തരം വന്യജീവി കോൺഫ്ലിക്റ്റ് വിഷയങ്ങളിൽ നമ്മൾ തന്നെ ഈ പാനലിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഒരു കടുവ അല്ലെങ്കിൽ ഒരു ആന ഒരാളെ ആക്രമിക്കുന്നു. അത് ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധിക്കും. അതിനെ തണുപ്പിക്കാനായിട്ട് കുറച്ച് പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും, അല്ലെങ്കിൽ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും. ഇത് കഴിയുന്നതോടുകൂടി ഇപ്പൊ ഈ കടുവയെ എനിക്ക് തോന്നുന്നു എന്തായാലും അധിക കാലം നിൽക്കില്ല, 2-3 ദിവസത്തിനുള്ളിൽ ഒന്നുകിൽ അതിനെ ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അത് വയനാടിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഒന്നുകിൽ കർണാടക ഫോറസ്റ്റിലോട്ടോ മറ്റോ അത് മാറിപ്പോവും. അത്രേ ഉണ്ടാവുള്ളൂ. ഇനി വരുന്നതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ആരെങ്കിലും ഏതെങ്കിലും ഒരു ചാനലോ അല്ലെങ്കിൽ ഈ സർക്കാരോ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ബഹുമാനപ്പെട്ട വക്കീൽ പറഞ്ഞ പോലെ അതാ ഞാൻ ചോദിക്കുന്നത്, ഈ ആക്രമണം എങ്ങനെ ഉണ്ടായി? ഉള്ള തട്ടകത്തിൽ നിന്ന് പുറത്തു വരാത്ത ഒരു കടുവ ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് പോയത്, ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വയനാട് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഒരു കുറച്ച് ഭൂപ്രദേശം മാത്രമായിട്ട് കടുവയ്ക്കില്ല. കടുവയെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ ഈ കാടുകൾ എന്ന് പറയുന്നത് നീലഗിരി ജൈവമണ്ഡലത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിനെ മുത്തങ്ങാന്നോ തോൽപ്പെട്ടിന്നോ ബന്ദിപ്പൂർന്നോ നാഗർഹോളാന്നോ ഇങ്ങനെ പല പേരിട്ട് വിളിക്കുന്നേ ഉള്ളൂ. കടുവയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ടെറിറ്ററി മാർക്ക് ചെയ്യേണ്ടത് കേരളത്തിന്റെ കടുവയാണ്, അത് തമിഴ്നാടിന്റെ കടുവയാണ് എന്നൊന്നും പറഞ്ഞിരിക്കാൻ പറ്റൂല. സ്വാഭാവികമായിട്ടും അതിന്റെ ഇപ്പോൾ കർണാടക ബന്ദിപ്പൂർ ഭാഗത്തുള്ള ഒരു കടുവയാണെങ്കിൽ അതൊരു പുതിയൊരു കടുവ അവിടെ വന്ന് ആ ടെറിറ്ററിക്ക് വേണ്ടി അടിയോട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കടുവ പരാജയപ്പെട്ടാൽ അത് അടുത്ത സ്ഥലത്തേക്ക് പലായനം ചെയ്യും. ഒരുപക്ഷെ നമുക്ക് ഈ സമയമായിട്ടും അത് ഏത് കാരണം കടുവകൾക്ക് കൃത്യമായിട്ട് സർവേയും അത് ഏത് സ്റ്റേറ്റിന്റെ ഉണ്ടാവും. നിലവിൽ അത് അറിഞ്ഞിട്ടുണ്ടോ? എനിക്കറിയില്ല. അവർ അങ്ങനെ ഒരു വിവരം വന്നിട്ടുണ്ടായിരുന്നോ? പരിശോധിക്കും, കേരള ഡേറ്റാബേസിലാണോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇപ്പൊ നമുക്ക് 4-5 ദിവസമായിട്ട് പോലും അത് അപ്പൊ അത്തരം കാര്യങ്ങൾ പരിശോധിച്ച്, കാരണം ഇപ്പൊ കഴിഞ്ഞ ഏതാനും കാലങ്ങളായിട്ട് നടന്ന ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഈ കടുവയുടെ പ്രശ്നമാണെങ്കിൽ അത് ഏത് സ്റ്റേറ്റിനെയാണെന്ന് മനസ്സിലാക്കുകയും അതെങ്ങനെ, അതായത് മിക്കപ്പോഴും കടുവ ആക്രമിക്കുന്നത് അതിന്റെ ഇരയെന്ന്, അതായത് മനുഷ്യനെ പരമാവധി ഒഴിവാക്കിയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ജീവിയാണ് പലപ്പോഴും കടുവ. പക്ഷേ അതിന് ഏതെങ്കിലും രീതിയിൽ നമുക്കറിയാം, കഴിഞ്ഞ കടുവയെ ബന്ധപ്പെട്ട ആക്രമണങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഇപ്പൊ നമുക്ക് കുപ്പാടിയിലുള്ള കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ 5 എണ്ണത്തിനെ പാർപ്പിക്കാൻ സൗകര്യമുള്ള അവിടെ 7 എണ്ണത്തോളമായി. ഇനി തൃശ്ശൂർ മൃഗശാലയിലേക്ക് വേണ്ടാന്ന് അവരും പറഞ്ഞു കഴിഞ്ഞ അവസ്ഥയിലാണ്. അപ്പൊ ഇനിയും കാടിറങ്ങാൻ ഇങ്ങനെ ഒരുപാട് എണ്ണം ക്യൂ നിൽക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ ഇതിനെന്ത് ചെയ്യും? എത്ര കാലം ഇതിനെ ഒരു അപകടം പറ്റുമ്പോൾ മാത്രം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് മാറിയിട്ട് ഇനിയെങ്കിലും ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിനെ കാര്യമായിട്ട് എടുക്കാൻ നമ്മുടെ സർക്കാരുകളും ജനപ്രതിനിധികളും ചാനലുകളും ഒക്കെ മുന്നിട്ട് നിന്നില്ല എങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് ആളുകളുടെ മരണത്തിന് ചർച്ചയിൽ പങ്കെടുക്കേണ്ടി വരും. അപ്പൊ അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ഒരു പരിസ്ഥിതി പ്രവർത്തകനോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു വക്കീലിനോ ഒരു കർഷകനോ സാധിക്കില്ല. വളരെ സെൻസിറ്റീവ് ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചോളാം. മന്ത്രിക്കെതിരെ ഉയർന്ന വലിയ പ്രതിഷേധം എന്ന് പറയുന്നത് വനത്തിനുള്ളിൽ വെച്ചാണ് രാധ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നൊരു വാക്കാണ്. അതൊരു വലിയ പ്രതിഷേധമായിട്ട് വരികയും ചെയ്തു. അതിനെതിരെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്താൻ രാഷ്ട്രീയ പ്രതിനിധികൾക്ക് കഴിയില്ല, മാധ്യമ പ്രവർത്തകന് ഒരുപക്ഷെ കഴിയില്ല. പക്ഷെ താങ്കൾ ഒരു വന്യജീവി ഗവേഷകനാണല്ലോ, അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? പലപ്പോഴും കാരണം കടുവയുടെ ഈ അധികവും നാടിറങ്ങി ഈ പരിക്ക് പറ്റിയ കടുവകൾ അധികവും എന്ത് ചെയ്യില്ല. ഇപ്പം ഈ കടുവയെ കുറിച്ച് തന്നെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പൊ പരിക്ക് പറ്റിയ കടുവയാണെങ്കിൽ, കാരണം ഒരു 10-15 അറ്റംപ്റ്റ് നടത്തുമ്പോഴാണ് കാട്ടിനകത്തുനിന്ന് കടുവയ്ക്ക് ഒരു ജീവിയെ പിടിക്കാനും ഭക്ഷണമാക്കാനും സാധിക്കുക. നേരെ മറിച്ച് അത് കാടിറങ്ങുകയാണെങ്കിൽ ഒരു പശുവിനെ പിടിക്കാനോ അല്ലെങ്കിൽ അത് ഒരു മനുഷ്യനിലേക്ക് എത്താനോ അതിന്റെ 100-ൽ ഒരു അംശം പോലും എന്ത് വേണ്ട ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അത് തന്നെയാണ് കൂടുതലും ഇത്തരം രീതിയിലുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കാനുള്ള കാരണവും. ഓക്കെ, അതായത് കാട് ശുഷ്കിച്ചത് കൊണ്ട് കൂടിയാണ് ഇത്തരം സാധാരണ കാട് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്ന് അല്ലേ?
തീർച്ചയായും. ഇപ്പൊ ഉദാഹരണത്തിന് വയനാടും കാടുകളിൽ എടുത്തു നോക്കിയാൽ തന്നെ കുറച്ച് ഉള്ളോട്ട് ചെന്ന് നോക്കി നോക്കൂ. ഇപ്പൊ എന്താ നമ്മള് കാടെന്ന് പറയുമ്പോൾ തിങ്ങി നിറഞ്ഞ മരങ്ങളും പച്ചപ്പും ഹരിതാഭയും അതൊക്കെ എപ്പോഴും വയനാടും കാടുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഈ ഒരു ഫെബ്രുവരി ആയി കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു മുതുമലയിൽ നിന്നൊക്കെ വെള്ളത്തിന്റെ ലഭ്യത വളരെ കുറയുകയും വയനാട്ടിലേക്ക് വന്യജീവികളുടെ പലായനം ആരംഭിക്കുക എന്ന് പറയുന്നത് ഒരു ജനുവരി അവസാനമൊക്കെ ആകുമ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ തുടങ്ങുക. ഇതിപ്പോ ഓക്കെ ഇതിപ്പോ ഓക്കെ ശരിക്കും ഒരു ഓക്കെ തുടക്കം മാത്രം തീർച്ചയായിട്ടും എന്ന് പറയാൻ അശ്വിൻ പറ്റും. അത് വ്യക്തമാണ് ശ്രീ